പ്രിയമുള്ള കുട്ടികളെ, എല്ലാവരെയും കൊമേഴ്സ് ട്യൂട്ടർ വീഡിയോസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ലാസ് 11 അക്കൗണ്ടൻസിലെ 4ാമത്തെ ചാപ്റ്റർ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് 2 ഈ പാഠത്തിന്റെ 4ാം ഭാഗത്തേക്കാണ് കിടക്കുന്നത്. പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തത്. ക്യാഷ് ബുക്കിൽ സിംഗിൾ കോളം അല്ലെങ്കിൽ സിമ്പിൾ ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്നതും ഡബിൾ കോളം ക്യാഷ് ബുക്ക്, ക്യാഷും ബാങ്കുമുള്ള ഡബിൾ കോളം ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്നതും അതോടൊപ്പം തന്നെ പെറ്റി ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്നതും നമ്മൾ കാണുകയുണ്ടായി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അടുത്ത 2 സ്പെഷ്യൽ ജേർണൽസ് ആയിട്ടുള്ള പർച്ചേസസ് ബുക്കും അതോടൊപ്പം തന്നെ സെയിൽസ് ബുക്കും തയ്യാറാക്കുന്നതിനെ കുറിച്ചാണ് വിശദമായിട്ട് ചർച്ച ചെയ്യുന്നത്. ആദ്യം തന്നെ പർച്ചേസസ് ബുക്ക് എന്താണെന്ന് നോക്കാം. We all know purchases book is a special journal used to record credit to purchase of goods in a business. ഗുഡ്സിന്റെ ക്രെഡിറ്റ് ടു പർച്ചേസ് അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് സാധനങ്ങൾ കടമായി വാങ്ങുന്നത് മാത്രം രേഖപ്പെടുത്താനുള്ള പ്രത്യേക ജേണലാണ് പർച്ചേസസ് ബുക്ക്. All credit to purchases of goods are recorded in this purchases book. This special journal is also called the purchases journal or purchases day book. Purchases bookനെ purchases journal എന്നും അല്ലെങ്കിൽ purchases day book എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. We know the cash purchases are recorded in the cash book. And also the credit to purchase of assets are recorded in the journal proper. അപ്പോൾ പർച്ചേസസ് ബുക്കിൽ കടമായി സാധനങ്ങൾ വാങ്ങുന്നത് മാത്രമേ രേഖപ്പെടുത്തുകയുള്ളൂ. കാരണം ക്യാഷ് പർച്ചേസസ് നമ്മൾ ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തുന്നതിനെ കുറിച്ച് കണ്ടു. അതോടൊപ്പം തന്നെ അസറ്റുകൾ കടമായിട്ട് വാങ്ങുന്നത്, ഫർണിച്ചർ, മെഷീനറി പോലെയുള്ള അസറ്റുകൾ കടമായി വാങ്ങുന്നത് ജേണൽ പ്രോപ്പറിലാണ് രേഖപ്പെടുത്തുന്നത്. The source document for recording entries in this book are the invoices or the bills received by the firm from the suppliers of the goods. It is known as inward invoice. സാധനങ്ങൾ കടത്തിൽ വാങ്ങുമ്പോൾ ലഭിക്കുന്ന ഇൻവോയ്സ് അല്ലെങ്കിൽ ആ ക്രെഡിറ്റ് ബില്ലാണ് സപ്ലയേഴ്സിൽ നിന്ന് ലഭിക്കുന്ന ആ സോഴ്സ് ഡോക്യുമെന്റ് ആണ് പർച്ചേസസ് ബുക്കിൽ രേഖപ്പെടുത്താനുള്ള വൗച്ചറായിട്ട് അല്ലെങ്കിൽ സോഴ്സ് ഡോക്യുമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇതിനാണ് ഇൻവേർഡ് ഇൻവോയ്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്. Here entries are made with the net amount of the invoice. Trade discount and other details of the invoice need not be recorded in this book. അപ്പോൾ ഇൻവോയ്സിലെ നെറ്റ് എമൗണ്ട് ആണ് ഓരോ പർച്ചേസസിനും പർച്ചേസസ് ബുക്കിൽ രേഖപ്പെടുത്തേണ്ടത്. അതായത് ട്രേഡ് ഡിസ്കൗണ്ട് കുറവ് ചെയ്തതിന് ശേഷമുള്ള തുകയാണ് പർച്ചേസസ് ബുക്കിൽ രേഖപ്പെടുത്തുന്നത്. പർച്ചേസസ് ബുക്കിന്റെ ഫോർമാറ്റ് നമുക്ക് പരിചയപ്പെടാം. സാധാരണ ജേണൽ പോലെ തന്നെയാണ്, അതിന് സമാനമായ രീതിയിലാണ് ഒരു പർച്ചേസസ് ബുക്ക് തയ്യാറാക്കുന്നത്. ദ റിക്വയർഡ് കോളംസ് ആർ ഡേറ്റ്, ഇൻവോയ്സ് നമ്പർ, നെയിം ഓഫ് സപ്ലയർ അല്ലെങ്കിൽ അക്കൗണ്ട് ടു ബി ക്രെഡിറ്റഡ്. ആൻഡ് ഇറ്റ് ഈസ് എ ജേണൽ വി നോ ദ LF കോളം ഷുഡ് ബി പ്രൊവൈഡഡ് ആൻഡ് ഓൾസോ ദ എമൗണ്ട് കോളംസ്. ഇത്തരത്തിൽ 5 കോളംസ് ആണ് പർച്ചേസസ് ബുക്കിന് നൽകേണ്ടതുള്ളത്. ഡേറ്റ്, ഇൻവോയ്സ് നമ്പർ, സാധനങ്ങൾ വാങ്ങുമ്പോൾ അവിടെ നമുക്ക് ലഭിക്കുന്ന ഇൻവേർഡ് ഇൻവോയ്സിന്റെ നമ്പർ ആണ് ആ കോളത്തിൽ രേഖപ്പെടുത്തേണ്ടത്. ആൻഡ് ഓൾസോ ദ നെയിം ഓഫ് സപ്ലയർ ഷുഡ് ബി ഗിവൺ. അതായത് ക്രെഡിറ്റേഴ്സിന്റെ പേരാണ് അവിടെ സൂചിപ്പിക്കേണ്ടത് ആ കോളത്തിൽ. ആൻഡ് ഓൾസോ LF കോളം പോസ്റ്റിംഗിന്റെ സമയത്ത് രേഖപ്പെടുത്തേണ്ടതുണ്ട്. ആൻഡ് ഓൾസോ ദ net amount should be shown in the amount column. For example, it is a purchases book. 2019 ഏപ്രിൽ 1 കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിൽ നിന്ന് ഇൻവോയ്സ് നമ്പർ 1250 പ്രകാരം 15,000 രൂപയുടെ സാധനം വാങ്ങിയിട്ടുണ്ട്. അതുപോലെ ഏപ്രിൽ 10 1690 ഇൻവോയ്സ് നമ്പറിൽ കാലിക്കറ്റ് റെഡിമെയ്ഡ്സിൽ നിന്നും 22,500 രൂപയുടെ സാധനങ്ങൾ കടമായിട്ട് വാങ്ങിയിട്ടുണ്ട്. ഏപ്രിൽ 25 ഇൻവോയ്സ് നമ്പർ 2678 ABC ഗാർമെന്റ്സിൽ നിന്നും
10,000 റുപ്പീസിന്റെ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഏപ്രിൽ 28-ന് ഇൻവോയ്സ് നമ്പർ 850-ൽ ഗോൾഡൻ കർട്ടൻസിൽ നിന്നും 21,500 ക്രെഡിറ്റ് പർച്ചേസ് നടത്തിയിട്ടുണ്ട്. അതുപ്രകാരം ഏപ്രിൽ 30-ാം നമ്മൾ മാസം അവസാനം ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസസ് ആയിട്ട് ടോട്ടൽ കണ്ടുപിടിക്കുന്നു 69,000. ഈ രീതിയിൽ ഒരു ജേണൽ തയ്യാറാക്കുന്ന അതേ രൂപത്തിൽ നമുക്കൊരു പർച്ചേസസ് ബുക്ക് തയ്യാറാക്കാൻ സാധിക്കും. അവിടെ ടോട്ടൽ ആ പ്രസ്തുത കാലയളവിലെ ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസസിനെയാണ് സൂചിപ്പിക്കുന്നത്. ആൻഡ് ഹൗ പോസ്റ്റിംഗ് ഷുഡ് ബി മെയ്ഡ് ഫ്രം ദ പർച്ചേസസ് ബുക്ക്. നമുക്കറിയാം പർച്ചേസസ് ബുക്ക് എന്ന് പറയുന്ന ഒരു ജേണലാണ്. അതിൽ നിന്ന് ലെഡ്ജറിലേക്ക് പോസ്റ്റിംഗ് നിർവഹിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് പോസ്റ്റിംഗ് നിർവഹിക്കേണ്ടത്? ദ പർച്ചേസസ് ബുക്ക് ഈസ് പീരിയോഡിക്കലി ടോട്ടൽ, യൂഷ്വലി on monthly basis. The total of purchases book shows the total credit purchase of the period. Purchases book ഓരോ കാലയളവിന്റെയും അവസാനം ബാലൻസ് ടോട്ടൽ ചെയ്യാറുണ്ട്. സാധാരണ ഇതിൽ മന്ത്ലി ബേസിസിലാണ് ടോട്ടൽ ചെയ്യുന്നത്. അവിടെ ടോട്ടൽ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി, ആ കാലയളവിലെ ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസിനെയാണ് സൂചിപ്പിക്കുന്നത്. അവിടെ പോസ്റ്റിംഗ് നിർവഹിക്കുന്നത് എങ്ങനെയാണ്? ദ മന്ത്ലി ടോട്ടൽ ഓഫ് ദ പർച്ചേസസ് ബുക്ക് ഈസ് പോസ്റ്റഡ് ടു ദ ഡെബിറ്റ് ഓഫ് പർച്ചേസസ് അക്കൗണ്ട് ഇൻ ദ ലെഡ്ജർ. The monthly total of the purchases book is posted to the debit of purchases account in the ledger. അവിടെ ആദ്യം തന്നെ പർച്ചേസസ് ബുക്കിന്റെ ടോട്ടൽ അത് പർച്ചേസസ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. പർച്ചേസസ് അക്കൗണ്ട് ലെഡ്ജറിലാണുള്ളത്. നമുക്കറിയാം പർച്ചേസസ് ബുക്ക് ജേണലാണ്, എന്നാൽ പർച്ചേസസ് അക്കൗണ്ട് ആണ് ലെഡ്ജർ. അപ്പോൾ ലെഡ്ജറിലെ പർച്ചേസസ് അക്കൗണ്ടിൽ ഈ ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസസ് പീരിയോഡിക്കലായിട്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടതുണ്ട്. നമുക്കറിയാം ക്യാഷ് ബുക്കിൽ നിന്നും ഓരോ ക്യാഷ് പർച്ചേസസും പർച്ചേസസ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ ക്രെഡിറ്റ് പർച്ചേസസിന്റെ ടോട്ടൽ പർച്ചേസസ് ബുക്കിൽ നിന്നും പർച്ചേസസ് അക്കൗണ്ടിന്റെ ഡെബിറ്റിലേക്ക് പോസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ടോട്ടൽ എമൗണ്ട് ആണ് നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടത്. ആൻഡ് ഓൾസോ the individual supplier's account is posted to the credit of the concerned creditor's account in the ledger. അപ്പോൾ അവിടെ പർച്ചേസസ് എന്ന് പറയുന്ന ഡെബിറ്റ് ആസ്പെക്ട് ലെഡ്ജറിൽ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു. അതേ സമയത്ത് ഓരോ സപ്ലയേഴ്സിന്റെ അക്കൗണ്ടും അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും ഇൻഡിവിജ്വൽ ആയിട്ട് ബന്ധപ്പെട്ട ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് പോസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ രീതിയിലാണ് പർച്ചേസസ് ബുക്കിൽ പോസ്റ്റിംഗ് നിർവഹിക്കുന്നത്. ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് പർച്ചേസസ് ബുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് കാണാം. തന്നിരിക്കുന്ന ഇല്ലുസ്ട്രേഷൻ 4. Following details obtained from Messrs. Kanika Traders, record them in the purchases book. തന്നിരിക്കുന്ന 2020 ഓഗസ്റ്റ് മാസത്തെ ക്രെഡിറ്റ് പർച്ചേസുകൾ കനിക ട്രേഡേഴ്സിന്റെ ബുക്കിൽ പർച്ചേസസ് ബുക്കിൽ രേഖപ്പെടുത്തുക. 2020 ഓഗസ്റ്റ് 4-ാം തീയതി പർച്ചേസ്ഡ് ഫ്രം മെസ്സേഴ്സ് നീമ ഇലക്ട്രോണിക്സ് ഇൻവോയ്സ് നമ്പർ 3250 20 മിനി സൈസ് TV at the rate of rupees 2,000 per piece, 15 tape recorders at the rate of rupees 12,500 per piece. Here the trade discount of all items at the rate of 20%. തുടർന്ന് ഓഗസ്റ്റ് 10-ാം തീയതി bought from Messrs. Pawan Electronics. Here invoice number is 8260. 10 video cassettes at the rate of rupees 150 per piece. 20 tape recorders at rupees 1,650 per piece. Trade discount at the rate of 10% on purchases. Then August 18-നാണ് അടുത്ത purchases. Purchased from Messrs. Northern Electronics, invoice number 4256. 15 Northern stereos at the rate of rupees 4,000 per piece. 20 Northern color TV at the rate of rupees 14,500 per piece.
Here trade discount at the rate of 12.5%. അടുത്ത പർച്ചേസ് ഓഗസ്റ്റ് 26-ാം തീയതിയാണ്. പർച്ചേസ് ഫ്രം മെസ്സേഴ്സ് നീമ ഇലക്ട്രോണിക്സ്, ഇൻവോയ്സ് നമ്പർ 3294, 10 mini size TV at the rate of rupees 1000 per piece, 5 color TV at the rate of rupees 12,500 per piece. Here the trade discount is 20%. And August 29th, bought from Messrs Pawan Electronics, invoice number 8281, 20 video cassettes at the rate of 150 per piece, 25 tape recorders at the rate of rupees 1,600 per piece. Here trade discount is 10% on purchase. അങ്ങനെ 5 പർച്ചേസസ് ആണ് ഓഗസ്റ്റ് 4-ാം തീയതി ക്രെഡിറ്റ് പർച്ചേസ് ആയിട്ട് വരുന്നത്. ഈ 5 ക്രെഡിറ്റ് പർച്ചേസ് നെറ്റ് എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. വർക്കിംഗ് നോട്ട്സ് ആയിട്ട് നെറ്റ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുകയും അതേ തുടർന്ന് പർച്ചേസസ് ബുക്ക് തയ്യാറാക്കുകയും ചെയ്യണം. അത് നമുക്ക് വർക്കിംഗ് നോട്ട്സ് ആയിട്ട് ഓരോ ക്രെഡിറ്റ് പർച്ചേസിന്റെയും നെറ്റ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഓഗസ്റ്റ് 4-ാം തീയതി നീമ ഇലക്ട്രോണിക്സ് 20 into 2,000 40,000, അതോടൊപ്പം തന്നെ 15 into 12,500 1,87,500 ആണ് ടോട്ടൽ. 2,27,500. അതിൽ നിന്ന് ട്രേഡ് ഡിസ്കൗണ്ട് മൈനസ് ചെയ്യുക. ലെസ് ട്രേഡ് ഡിസ്കൗണ്ട് ഓഫ് 20%, 45,500. So the net amount to be payable to Nima Electronics is 1,82,000. Then August 10-ാം തീയതി പവാൻ ഇലക്ട്രോണിക്സിൽ നിന്ന് വാങ്ങിയ സാധനങ്ങൾ 10 into 150 equal to 1,500, 20 into 1,650 equal to 33,000, total 34,500. Less 10% of trade discount 3,450. So the net amount payable to Pawan Electronics is 31,050. August 18-ാം തീയതി നോർത്തേൺ ഇലക്ട്രോണിക്സിൽ നിന്നും 15 into 4,000 60,000 and also 20 into 40,500 2,90,000, total 3,50,000, and less 12.5% of trade discount 43,750, and the net amount payable to Northern Electronics is 3,06,250. And next is on August 26, credit to purchase to Nima from Nima Electronics 10 into 1,000 10,000 and also 5 into 12,500 62,500, total 72,500, less 20% of discount 14,500. So the net amount payable to Nima Electronics is 58,000 here. And again on August 29, Pawan Electronics 20 into 150 3,000, 25 into 1,600 40,000, total 43,000 and less 10% of discount 4,300. So the net amount payable to Pawan Electronics on August 29 purchase is 38,700. അപ്പോൾ ഈ രീതിയിൽ നെറ്റ് എമൗണ്ട് ഓരോ ക്രെഡിറ്റ് പർച്ചേസിന്റെ നെറ്റ് എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ ഈ എമൗണ്ട്സ് ഓരോ പർച്ചേസിന്റെയും എമൗണ്ട് നമുക്ക് അവിടെ പർച്ചേസസ് ബുക്കിൽ കാണിക്കാം. In the books of Kanika Traders, we should prepare the purchases book. The columns are date, invoice number, name of suppliers, ledger folio and amount. So 2020 August 4-ാം തീയതി as per invoice number 3250 Nima Electronics 1,82,000. August 10th invoice number 8260 Pawan Electronics 31,050. August 18th invoice number 4256 Northern Electronics 3,06,250. And August 26 invoice number 3294 Nima Electronics 58,000. August 29 invoice number 8281 Pawan Electronics 38,700. So the total credit to purchases as on August 31st 2020 will be 6,16,000. അപ്പോൾ 2020 ഓഗസ്റ്റിലെ ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസിന്റെ തുകയാണ് 6,16,000 ആയിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. Thereafter we should discuss about the preparation of sales book. We all know a sales book is a special journal used to record the credit to purchase of goods.
അപ്പോൾ അവിടെ കസ്റ്റമേഴ്സിന് സാധനങ്ങൾ കടത്തിൽ വിൽക്കുന്നതിന്റെ രേഖപ്പെടുത്തലുകളാണ് സെയിൽസ് ബുക്കിൽ രേഖപ്പെടുത്തുന്നത്. സെയിൽസ് ബുക്കിനെ നമുക്ക് സെയിൽസ് ജേണൽ എന്നും സെയിൽസ് ഡേ ബുക്ക് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്നതാണ്. All credit sales of goods are recorded in the sales journal. We know the cash sales are recorded in the cash book. Here the format of sales journal is almost similar to that of the purchaser's book. The source document for recording entries in the sales journal are sales invoice or bill issued by the firm to the customers. അവിടെ കസ്റ്റമേഴ്സിന് ബിസിനസ്സിൽ നൽകുന്ന ബില്ല് അല്ലെങ്കിൽ അവിടെ ആ ഇൻവോയ്സ് ആണ് അല്ലെങ്കിൽ ഔട്ട്വേർഡ് ഇൻവോയ്സ് ആണ് ഇവിടെ സോഴ്സ് ഡോക്യുമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. സാധാരണ 2 അതിലധികമോ കോപ്പികൾ ഇത്തരം ഇൻവോയ്സിന്റെ ക്രെഡിറ്റ് ബില്ലിൻ്റെത് ബിസിനസ്സിൽ തയ്യാറാക്കാറുണ്ട്. അതിൽ കസ്റ്റമർക്ക് ഒരു കോപ്പി കൊടുക്കുകയും മറ്റൊരു കോപ്പി ബിസിനസ്സിൽ ഫയൽ ചെയ്യുകയും ചെയ്യുന്നു. ഒന്നിലധികം കോപ്പികൾ ബിസിനസ്സിൽ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. സേ ഫോർ എക്സാമ്പിൾ അവിടെ സെയിൽസ് സെക്ഷനിൽ ഒരു കോപ്പി കീപ്പ് ചെയ്യാം, അക്കൗണ്ട്സ് സെക്ഷനിൽ മറ്റൊരു കോപ്പി കീപ്പ് ചെയ്യാം, ദെൻ ഫയൽസ് സെക്ഷനിൽ വേണമെങ്കിൽ മറ്റൊരു കോപ്പി കീപ്പ് ചെയ്യാം. അത്തരത്തിൽ 2 അതിലധികമോ കോപ്പികൾ സാധാരണ ഔട്ട്വേർഡ് ഇൻവോയ്സിന് തയ്യാറാക്കാറുണ്ട്. ആ ഔട്ട്വേർഡ് ഇൻവോയ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം സെയിൽസ് ബുക്കിൽ രേഖപ്പെടുത്തലുകൾ നടത്തേണ്ടത്. The date of sale, invoice number, name of customer and amount of invoice are recorded in the sales book. അപ്പോൾ ഒരു പർച്ചേസസ് ബുക്ക് തയ്യാറാക്കുന്ന അതേ രൂപത്തിലാണ് സെയിൽസ് ബുക്ക് തയ്യാറാക്കുന്നത്. ഏതൊക്കെയാണ് കോളംസ് നമുക്ക് പരിചയപ്പെടാം. about the format of sales book. സെയിൽസ് ബുക്കിന്റെ കോളം പർച്ചേസസ് ബുക്കിന്റെ അതേ കോളമാണ്. The only difference is that instead of name of suppliers, here we should give name of customers. So the columns are date, invoice number, name of customer or account to be debited. സാധനങ്ങൾ വിൽക്കുമ്പോൾ അവിടെ ആ കസ്റ്റമറുടെ അല്ലെങ്കിൽ ഡെപ്റ്ററുടെ അക്കൗണ്ടിനാണ് ഡെബിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കസ്റ്റമേഴ്സിന്റെ അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സിന്റെ പേരാണ് നെയിം ഓഫ് കസ്റ്റമർ നൽകേണ്ടത്. ആൻഡ് വി ഷുഡ് ഓൾസോ പ്രൊവൈഡ് LF column, ledger folio column, and also the net amount should be shown on the amount column. ഫോർ എക്സാമ്പിൾ തന്നിരിക്കുന്ന സെയിൽസ് ബുക്കിൽ വിവിധ കസ്റ്റമേഴ്സിന് നടത്തിയ ക്രെഡിറ്റ് സെയിൽസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. 1-ാം തീയതി അനുഗ്രഹ് ട്രേഡേഴ്സിന് ഇൻവോയ്സ് നമ്പർ 1001 പ്രകാരം 45,000 രൂപയുടെ നെറ്റ് എമൗണ്ട് അവരിൽ നിന്ന് ലഭിക്കാനുണ്ട്. 2-ാം തീയതി ബാസിത് ഏജൻസിയിൽ നിന്നും 1002 ഇൻവോയ്സ് നമ്പർ പ്രകാരം 63,000 ലഭിക്കാനുണ്ട്. 5/1/2017 നവീൻ ബ്രദേഴ്സിൽ നിന്നും 1003 ഇൻവോയ്സ് നമ്പർ പ്രകാരം 25,000 രൂപ ലഭിക്കാനുണ്ട്. ആഴ്ച അവസാനം ടോട്ടൽ ചെയ്യുന്നു. ടോട്ടൽ ക്രെഡിറ്റ് സെയിൽസ് ആണ് അവിടെ സൂചിപ്പിക്കുന്ന 1,33,000. എങ്ങനെയാണ് സെയിൽസ് ബുക്കിൽ നിന്നും പോസ്റ്റിംഗ് നിർവഹിക്കേണ്ടത്? പോസ്റ്റിംഗ് ഫ്രോം ദ സെയിൽസ് ബുക്ക് ആർ ഡൺ ടു ദ debit of customers or debtors account kept in the ledger. Here individual customers account are posted with the amount involved. Individual ആയിട്ട് ഓരോ ഡെപ്റ്ററുടെയും അക്കൗണ്ടിലേക്ക് ആ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലേക്ക് ഓരോ ഐറ്റവും ഇൻഡിവിജ്വൽ ആയിട്ട് പോസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ആൻഡ് ഓൾസോ here the sales journal should be totaled periodically, generally monthly, and this total is credited to the sales account in the ledger. അതേ സമയത്ത് സെയിൽസ് ബുക്കിന്റെ ടോട്ടൽ അത് ടോട്ടൽ ക്രെഡിറ്റ് സെയിൽസിനെ സൂചിപ്പിക്കുന്നതാണ് ആ കാലയളവിൽ. ആ ടോട്ടൽ എമൗണ്ട് സെയിൽസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് പോസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. നമുക്കറിയാം ക്യാഷ് ബുക്കിൽ നിന്നും ക്യാഷ് സെയിൽസിന്റെ തുക ക്യാഷ് അക്കൗണ്ട് സെയിൽസ് ബുക്കിലേക്ക് അവിടെ ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ പീരിയോഡിക്കലായിട്ട് സെയിൽസ് ബുക്കിന്റെ ടോട്ടൽ സെയിൽസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ രീതിയിലാണ് സെയിൽസ് ബുക്കിൽ നിന്നും പോസ്റ്റിംഗ് നിർവഹിക്കേണ്ടത്. ഒരു എക്സാമ്പിളിലൂടെ എങ്ങനെ സെയിൽസ് ബുക്ക് തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. 5ാമത്തെ ഇലിസ്ട്രേഷൻ ആണ് ഈ പാഠത്തില്. മെസ്സേഴ്സ് കോണിയാക് സപ്ലൈസ് sold on credit
Firstly, 2 water purifiers at the rate of rupees 2000 each and 5 buckets at the rate of rupees 130 each to Messrs. Raman Traders, invoice number 178 dated April 6, 2020. Second credit sales is 5 roadside containers at the rate of rupees 4,200 each to Messrs. Newton Enterprises, invoice number 180 dated April 9, 2020. And the third purchase, sales is 100 big buckets at the rate of rupees 850 each to Messrs. Raman Traders, invoice number 209 dated April 28, 2020. Record these transactions in the sales book. ഈ തന്നിരിക്കുന്ന ക്രെഡിറ്റ് സെയിൽസ് ഒരു സെയിൽസ് ബുക്കിൽ രേഖപ്പെടുത്തുകയാണ് വേണ്ടത്. ആദ്യം തന്നെ നമുക്ക് നെറ്റ് എമൗണ്ട്, ഡെപ്റ്റേഴ്സിൽ നിന്ന് ലഭിക്കേണ്ട നെറ്റ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. Here there is no trade discount. So വർക്കിംഗ് നോട്ട്സ് ആയിട്ട് കാൽക്കുലേഷൻസ് നടത്തുക. ഏപ്രിൽ 6 രാമൻ ട്രേഡേഴ്സിൽ നിന്നും ലഭിക്കാനുള്ള തുക 2 into 2,100, 4,200 and also 5 into 130, 650, total 4,850. ഏപ്രിൽ 9 ന്യൂട്ടൺ എന്റർപ്രൈസിൽ നിന്ന് കിട്ടാനുള്ളത് 5 into 4,200, 21,000. And also on April 28th, Raman Traders നിന്ന് കിട്ടാനുള്ളത് 100 into 850, that is 85,000. അപ്പോൾ ഈ 3 ക്രെഡിറ്റ് പർച്ചേസ് ക്രെഡിറ്റ് സെയിൽസ് ആണ് അവിടെ സെയിൽസ് ബുക്കിൽ നമ്മൾ കാണിക്കേണ്ടത്. സെയിൽസ് ബുക്ക് ശ്രദ്ധിക്കുക. ഇൻ ദ ബുക്സ് ഓഫ് കോണിയാക് സപ്ലൈസ് സെയിൽസ് ബുക്ക് ഡേറ്റ് കോളത്തിൽ ഫസ്റ്റ് 2020 ഏപ്രിൽ 6 ഇൻവോയ്സ് നമ്പർ 178 രാമൻ ട്രേഡേഴ്സ് 4,850. ഏപ്രിൽ 9 invoice number 180 Newton Enterprises 21,000. And the third purchase, sales, April 28th, invoice number 209 Raman Traders 85,000. So മാസ അവസാനം ടോട്ടൽ ചെയ്യുന്നു ഏപ്രിൽ 30 ടോട്ടൽ 1,10,850. അപ്പോൾ ടോട്ടൽ ക്രെഡിറ്റ് സെയിൽസിന്റെ എമൗണ്ട് ആണ് 2020 ഏപ്രിൽ മാസത്തെ ടോട്ടൽ ക്രെഡിറ്റ് സെയിൽസിന്റെ എമൗണ്ട് ആണ് 1,10,850. തുടർന്ന് ഇതുപോലെ പർച്ചേസസ് ബുക്കും സെയിൽസ് ബുക്കും തയ്യാറാക്കി പ്രാക്ടീസ് ചെയ്യുക. തുടർന്നുള്ള ക്ലാസ്സിൽ പർച്ചേസസ് റിട്ടേൺ ബുക്ക്, സെയിൽസ് റിട്ടേൺ ബുക്ക്, ജേണൽ പ്രോപ്പർ എന്നിവയെ കുറിച്ച് കൂടി നമുക്ക് കണ്ട് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കാം. അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും വിട. Thank you all. Thank you for watching this video.